അപ്പോൾ ഇന്നിപ്പോൾ സിയുടെ റിസൾട്ട് വന്നു. അപ്പോൾ അതിൽ കുറച്ച് കുട്ടികൾ പാസ്സായിട്ടുണ്ടാവും, കുറച്ച് കുട്ടികൾ തോറ്റിട്ടുണ്ടാവും. അപ്പോൾ പാസ്സായ കുട്ടികളൊക്കെ അവരിട്ട എഫേർട്ടിന് അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി, അവരെല്ലാവരും ഭയങ്കര ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം എനിക്കിതിൽ സംസാരിക്കാനുള്ളത് റിസൾട്ട് വന്നിട്ട് തോറ്റ കുട്ടികളോടാണ്. അതായത് ഫെയിലർ അല്ലെങ്കിൽ തോൽവി എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദിസ് പ്രൊഫഷണൽ കോഴ്സ്. ഫസ്റ്റ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത് നമ്മൾ നോക്കുക എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത്. ഓക്കെ, ഇതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടിക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണ്ടത് റിഗ്രറ്റ് അല്ല, പകരം നേരത്തെ നമ്മൾ കുറേ ടൈം വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ആ സംഭവം നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് ഉണ്ടാവരുത്. അപ്പോൾ നാളെ മുതൽ എന്താക്കണം, നമ്മൾ വീണ്ടും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ. ഇനി രണ്ടാമതുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% എഫേർട്ട് ഇട്ടിട്ടും സ്റ്റിൽ തോറ്റ കുട്ടികളുണ്ടാവും. അവർ ഓക്കെ, ഒബ്വിയസ്ലി അവർക്ക് അതിന് പിന്നെ സങ്കടങ്ങളും അതുപോലെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് എ കോഴ്സ്, വി ഹാവ് ടു മൂവ് ഓൺ. നമുക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റ് ഉണ്ട്. ഈ നെക്സ്റ്റ് അറ്റംപ്റ്റിലേക്ക് എന്താക്കണം, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഒബ്വിയസ്ലി നമുക്ക് സങ്കടം ഉണ്ടാവും, 2-3 ദിവസം നമ്മൾ എന്താക്കാം, കരണ്ട് തീർക്കാം. പക്ഷേ അതിന് ശേഷം നമ്മൾ എന്താക്കണം, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ ചെക്ക് ചെയ്യണം എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. പേപ്പർ പ്രസൻറ്റേഷൻ ആണോ, അല്ലെങ്കിൽ വേറെ പഠിത്തത്തിൻ്റെ രീതിയാണോ, അല്ലെങ്കിൽ റിവിഷൻ്റെ പ്രശ്നമാണോ, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കിയിട്ട് ഫ്രം ദ സ്ക്രാച്ച് വി ഹാവ് ടു സ്റ്റാർട്ട് അഗൈൻ ആൻഡ് നെക്സ്റ്റ് അറ്റംപ്റ്റ് വിൽ ബി അവേഴ്സ്.